മാനിഫെസ്റ്റേഷൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടു, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, എന്നിട്ടും ഒന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണോ നിങ്ങളുടെ പ്രശ്നം? എന്താണ് കാരണം? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, സംഭവിക്കുന്നില്ല. കാരണം വളരെ ലളിതമാണ്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അതായിത്തീരുന്നിടത്ത് മാത്രമാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനും നിങ്ങളൊക്കെ പല കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നത് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റുമായി കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ബ്രെയിനകത്ത് നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കനുസരിച്ച് ഇമോഷൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷണൽ ലെവലിൽ നിങ്ങൾ എപ്പോഴും ലോ ആണ്, അല്ലെങ്കിൽ സേഡ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങളിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്ന എപ്പോഴാണ്? നിങ്ങൾക്ക് റിച്ച് ആവണം, അല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ്സിൽ വിജയിക്കണം, ഒരു ടൈക്കൂൺ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൽ വിജയിക്കണം, ഒരു ജോലി നേടണം, അങ്ങനെ എന്തുമാവാം. ഏത് മേഖലയിൽപ്പെട്ട കാര്യങ്ങളാവാം, പണമാവാം, എന്തുമാവാം. അതിന് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് കൂടി ആഡ് ആവും. നമ്മുടെ ഇമോഷണലി അതിനെ സപ്പോർട്ടിങ് ആയിരിക്കണം. അതായത് നമ്മൾ ആദ്യം അറിയേണ്ടത് സന്തോഷം വേണം എന്ന് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് സന്തോഷത്തിന്റെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ് എന്നാണ്. നമ്മുടെ ബ്രെയിൻ അതറിയില്ല. ബ്രെയിൻ പലപ്പോഴും നമുക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മൾ ആ പഴയ അച്ഛനകത്ത് നിന്നിട്ടാണ് പുതിയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നടക്കില്ല. അവിടെയാണ് മാനിഫെസ്റ്റേഷൻ പലർക്കും ഒരു പരാജയമായിട്ട് മാറുന്നത്. മാനിഫെസ്റ്റേഷൻ വിജയിക്കണമെങ്കിൽ ആദ്യം ആ ബ്രെയിൻ സെറ്റിലേക്ക് നമ്മൾ മാറണം. ആ ബ്രെയിൻ സെറ്റിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഉയർത്തണം. നമുക്ക് പരിചയമുള്ള ലോ വൈബ്രേഷനുള്ള ഇമോഷണൽ സ്റ്റേറ്റ് ഉയർത്തണം. എന്താ ഇമോഷണൽ സ്റ്റേറ്റ് ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഉയർന്ന വൈബ്രേഷനുള്ള ഇമോഷൻസ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മളിൽ ലവ്, അഫെക്ഷൻ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, ജോയ്, ബ്ലിസ്, അങ്ങനെ ഉയർന്നു പോകുന്ന ഇമോഷൻ ലെവലിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നതോ അതിനനുസരിച്ച് നിങ്ങളുടെ മാനസിക അവസ്ഥയെ മാറ്റുക, ഇമോഷണൽ സ്റ്റേറ്റിനെ മാറ്റുക. പല ആളുകളും ഇതിൻ്റെ ഒരു മൈനസിലാണ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. വിഷ്വലൈസ് ചെയ്യും ഡെയിലി, പക്ഷെ ഇമോഷണലി ഫീൽ ചെയ്യുന്നില്ല. ഡെയിലി പുസ്തകങ്ങൾ വായിക്കും, പല പ്രാക്ടീസുകൾ ചെയ്യും, പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും, പക്ഷെ എന്താ കുഴപ്പം? അവിടെയൊന്നും നമ്മൾക്ക് ഇമോഷണലായ ബാലൻസിങ് ഉണ്ടാവുന്നില്ല. ഇമോഷണൽ സ്റ്റേറ്റ് ഓക്കെ ആവാതെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല എന്ന് പറയുന്നത് ഇവിടെയാണ്. കാരണം ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫീൽ ചെയ്യിക്കേണ്ട ഒന്നാണ്, നമ്മൾ ട്രെയിൻ ചെയ്യിക്കേണ്ട. കാരണം നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച്, നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ച് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഒരിക്കലും ട്രെയിൻഡ് അല്ല. അത് ഓൾറെഡി അവിടെ പ്രോഗ്രാംഡ് ആണ്. അതിനെ മാറ്റി പുതിയൊരു ഇമോഷൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഒന്ന് ചിന്തിച്ച് നോക്കുക. അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക, നന്ദി ഫീൽ ചെയ്യുക, അതിൻ്റെ സന്തോഷം മനസ്സിൽ ഫീൽ ചെയ്യിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ മാറ്റം വരുത്തുക. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാറ്റം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനകത്തുള്ള കെമിക്കൽ സിസ്റ്റം മാറും. അങ്ങനെ ബോഡി ബ്രെയിൻ കണക്ട് ചെയ്തുകൊണ്ട് ഇമോഷൻസിനെ ശ്രദ്ധിച്ചുകൊണ്ട് മാറ്റിയെടുക്കുക. എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു പോംവഴിയുണ്ട് ഇതിനാണ്. നമ്മൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ഡെയിലി ചിന്തിക്കുന്ന കാര്യങ്ങളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, ഒന്ന് വെറുതെ നിരീക്ഷിച്ച് നോക്കുക. എനിക്കിന്ന് എന്തൊക്കെ ഫീലിങ്സ് ആണ് ഉണ്ടായത്? ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എൻ്റെ ഇമോഷൻസിനെ ഇന്ന് ഉയർത്താൻ പറ്റിയിട്ടുണ്ടോ? കാരണം ഓരോ ഇമോഷൻ റിഫ്ലക്ഷനാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എൻ്റെ ഇമോഷൻസ് മാറിയിട്ടുണ്ടോ? എനിക്കിന്ന് സന്തോഷം ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കിന്ന് സമാധാനം ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കിന്ന് മനസ്സിൽ ആനന്ദം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ നിന്ന് ജോയ് ഉണ്ടായിട്ടുണ്ടോ? ആഹ്ലാദം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഡെയിലി നമ്മൾ കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറും. കാരണം നിങ്ങളൊരു ദിവസത്തിൻ്റെ 10% അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം ഒരു വിഷ്വലൈസേഷൻ നടത്തിയത് കൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ മാറുന്നില്ല. അത് നിങ്ങൾ ജീവിക്കണം. നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ മാറ്റിക്കൊണ്ട് ആ വിഷ്വലൈസേഷൻ നടത്തുമ്പോൾ പോലും നമ്മൾ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് എത്തണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് മാറ്റം വരുത്തുക. ഡെയിലി പ്രാക്ടീസ് എന്താ? ബോധപൂർവം കോൺഷ്യസ്ലി നമ്മൾ സന്തോഷിക്കുക, കോൺഷ്യസ്ലി നമ്മൾ ജോയിലേക്ക്, ആഹ്ലാദത്തിലേക്ക് പോവുക, കോൺഷ്യസ്ലി നമ്മൾ നന്ദി ഫീൽ ചെയ്യിക്കുക. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു 10 രൂപ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നന്ദിയോടെ കൊടുത്ത് നോക്കുക. അവിടെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറും. നിങ്ങൾ ഇമോഷണൽ സ്റ്റേറ്റ് അബൻഡൻസിൻ്റെതായിട്ട് മാറും. ഒരു അബൻഡൻസിൻ്റെ, സമൃദ്ധിയുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും സമൃദ്ധി വിജയിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയില്ല ലൈഫിൽ. സമൃദ്ധി ഉണ്ടാക്കണമെങ്കിൽ, വിജയം ഉണ്ടാക്കണമെങ്കിൽ, നേട്ടം ഉണ്ടാവണമെങ്കിൽ ആദ്യം
അതിനനുസരിച്ച് ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് ഉയരണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് എവിടെയാണ്, ആ വേരിയേഷൻ വരട്ടെ, അത് അലൈൻഡ് ആവണം. നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക്, ചിന്തിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ ഇമോഷൻസിൽ, നമ്മുടെ വൈകാരിക തലങ്ങളിൽ മാറ്റം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങും. വിജയം ഒരു ശീലമായിട്ട് മാറും, സമൃദ്ധി ഒരു ശീലമായിട്ട് മാറും, നമ്മൾ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഒരിടത്തിരുന്ന് സ്വസ്ഥമായിട്ട് പ്ലാൻ ചെയ്യുക. ഞാൻ വിജയിച്ചാൽ എനിക്ക് വേണ്ടുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്, അത് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള കോൺഷ്യസ് എഫേർട്സ് ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് ഇരുന്ന് പേപ്പറും പേനയും എടുത്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നാളെ മുതൽ പ്രവർത്തിക്കുക. ദാറ്റ്സ് ഓൾ.